ഇത് അത്ഭുതങ്ങളുടെ രാത്രി. ഇത് ദൈവകൃപ പെയ്തിറങ്ങുന്ന രാത്രി. നൈറ്റ് വിജിൽ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളെല്ലാവരെയും ഈ രാത്രിയിൽ തൻ്റെ അടുക്കലേക്ക് വിളിക്കുകയാണ്. നമുക്കറിയാം, ദൈവത്തിൻ്റെ സന്നിധി എന്ന് പറയുന്നത് മാറ്റത്തിൻ്റെ സന്നിധിയാണ്. ദൈവവചന ശുശ്രൂഷകളുടെ മുമ്പിലേക്ക് ഒരു വ്യക്തി വരുമ്പം കർത്താവിൻ്റെ മുമ്പിലേക്ക് അവർ കടന്നു വരികയാണ്. കർത്താവിൻ്റെ മുമ്പിലേക്ക് കടന്നു വന്നാൽ വന്നതുപോലെ ആരും മടങ്ങിപ്പോകത്തില്ല. ഹല്ലേലൂയ, ഹാലലൂയ. വിശ്വസിക്കുന്നവർ വലതുകരം ഉയർത്തി ഹാലലൂയ. അത് ദൈവവചനത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. റോമാലേഖനം 9-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയിലെ മറ്റെല്ലാത്തിനും ജയപരാജയങ്ങളുണ്ട്. ചിലപ്പോൾ ജയിക്കാം, ചിലപ്പോൾ പരാജയപ്പെടാം. ഇപ്പോൾ നമ്മളൊരു കൃഷി ചെയ്തു, ആ കൃഷി എപ്പോഴും വിജയമാകണമെന്നില്ല, ചിലപ്പോൾ അത് പരാജയപ്പെട്ടു പോകും. ഒരു രോഗത്തിന് നമ്മൾ മരുന്ന് കഴിച്ചു, അതെപ്പോഴും ഫലപ്രാപ്തി ഉണ്ടാവണമെന്നില്ല, ചിലപ്പം ആ മരുന്ന് ഒരു പരാജയമായി മാറും. എന്നാൽ മാറ്റമില്ലാത്തതായി ഈ ഭൂമിയിൽ ദൈവവും അവിടുത്തെ വചനവും മാത്രവുമാണുള്ളതെന്ന് സ്വർഗം നമ്മളെ പഠിപ്പിക്കുകയാണ്. വലതുകരം ഉയർത്തി ഹാലലൂയ. ഈ രാത്രിയിൽ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന നിങ്ങൾ ഓരോരുത്തരോടും അപ്രകാരമുള്ള ഒരു ചെറിയ അനുഭവം ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ മിനിസ്ട്രിയിൽ എന്നോടൊത്ത് ശുശ്രൂഷ ചെയ്യുന്ന ഒരു സഹപ്രവർത്തക എന്നോട് പങ്കുവെച്ചൊരു അനുഭവമാണ്. അവള് തൻ്റെ ജീവിതത്തിൻ്റെ 20-25 വർഷക്കാലം ഒരു സാധാരണ യുവതിയായി എന്ന് പറഞ്ഞാൽ ഒരു ലൗകിക ജീവിതം നയിച്ച്, ഒരു അടിപൊളി ജീവിതം നയിച്ച്, ജീവിതത്തിൽ കുറച്ച് പണമൊക്കെ ഉണ്ടാക്കണം, അങ്ങനെ ഒരു സാധാരണ ജീവിതം നയിക്കണം, അതിലുപരി ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്നോ ഒരാഴമായ പ്രാർത്ഥനാനുഭവത്തിലേക്ക് വരണമെന്നൊന്നും അവൾ ചിന്തിച്ചിരുന്നില്ല. പക്ഷെ അവളുടെ അമ്മ മാതൃഭക്തയായ, ദൈവഭക്തയായ, ആഴമായ പ്രാർത്ഥനയുടെ ഒരു ദൈവദാസിയായിരുന്നു. അപ്പോൾ അവളെ തൻ്റെ അമ്മ എപ്പോഴും ദൈവത്തിലേക്ക് അടുപ്പിക്കാനായിട്ട് പരിശ്രമിക്കും. അപ്പോൾ അവളോട് അമ്മ പറയും, മോളെ നീ ഷാലോം TV കാണണം, ദൈവത്തിൻ്റെ വചനം കേൾക്കണം, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിലേക്ക് നീ വന്നാൽ നിന്റെ ജീവിതം രൂപാന്തരപ്പെടും. പക്ഷെ അവള് കോളേജൊക്കെ കടന്നു കഴിഞ്ഞ് കുറച്ച് സീരിയലോ എന്തെങ്കിലും സിനിമയോ കണ്ട് സമയം ചെലവഴിക്കുമായിരുന്നു. ഒരു ദിവസം അമ്മയുടെ നിർബന്ധപ്രകാരം ഈ മകള് ഷാലോം TVയുടെ മുമ്പിൽ സമയം ചെലവഴിക്കുകയാണ്. അന്നൊരു നൈറ്റ് വിജിലിന്റെ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു ഗാന ശുശ്രൂഷയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കണം, ഒരു ഗാനത്തിന്റെ ഈരടികൾക്ക് ഒരു വ്യക്തിയെ എത്രമാത്രം രൂപാന്തരപ്പെടുത്താൻ കഴിയുമെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. വലതുകരം ഉയർത്തി ഹാലലൂയ. അവൾ കേട്ട ഗാനം ഇതായിരുന്നു: ഈ ഒരു ആയുസ് മാത്രമേ ഉള്ളൂ ദൈവത്തിനായിട്ട് ജീവിക്കാൻ. ഹല്ലേലൂയ. ആ വാക്കുകൾ അവളുടെ ഹൃദയത്തിലേക്ക് അങ്ങോട്ട് ആഴ്ന്നിറങ്ങി. ആ പകല് മുഴുവൻ, ആ രാത്രി മുഴുവൻ അവളുടെ മനസ്സിൽ ഈ വാക്കുകൾ ഇങ്ങനെ മാറ്റുലി കൊണ്ടു. ഈ ഒരു ആയുസേ ഉള്ളൂ ദൈവത്തിനായിട്ട് ജീവിക്കാൻ. അതിങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കേണ്ട ഒരു ജീവിതമല്ല. എൻ്റെ ദൈവത്തിനായിട്ട് എനിക്ക് ജീവിക്കണം, ഞാൻ ഇങ്ങനെ പോയാൽ പോരാ. അങ്ങനെ ഒരു ചിന്ത ദൈവത്തിന്റെ ആത്മാവ് ഈ ഒരു ഗാനത്തിന്റെ ഈരടിയിലൂടെ ആ മകൾക്ക് കൊടുത്തു. ഹല്ലേലൂയ, ഹാലലൂയ. പിറ്റേ പ്രഭാതത്തില് അവൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് തോന്നി, ഇനിയുള്ള കാലം യേശുവിനായി ജീവിക്കണം, ഷാലോമിലേക്ക് ദൈവം എന്നെ വിളിക്കണുണ്ട്. അവൾ ഒരു അപേക്ഷ എഴുതി പിറ്റേ ദിവസം തന്നെ ഷാലോമിലേക്ക് കൊടുക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് അവളെ ഷാലോം മിനിസ്ട്രിയിലേക്ക് തിരഞ്ഞെടുത്ത് ഇന്ന് എന്നോടൊപ്പം ഈ മിനിസ്ട്രിയിൽ കർത്താവിന്റെ ശക്തമായ വേല ചെയ്യുന്ന ഒരു ശുശ്രൂഷികയായി കർത്താവിൽ അവൾ മാറ്റപ്പെട്ടു. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ ആത്മാവിൽ പങ്കുവെക്കുന്നത് ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെടുകയില്ല. ഇന്ന് നിങ്ങൾ രോഗിയായിരിക്കാം, ഇന്ന് എന്നെ ശ്രമിക്കുന്ന നിങ്ങൾ നിരാശയോടെയാക്കാം ശുശ്രൂഷയിലേക്ക് വന്നത്. എന്നാൽ ദൈവത്തിന്റെ ശുശ്രൂഷയിൽ ആദ്യം പങ്കെടുക്കുമ്പോൾ എപ്പോഴെങ്കിലും പരിശുദ്ധാത്മാവ് നമ്മളെ തൊടും. ഹല്ലേലൂയ. അത് ദിവ്യകാരുണ്യ ആരാധനയുടെ സമയത്താവും ധരിക്കരുത്, തെറ്റാണത്. വചന ശുശ്രൂഷയുടെ സമയത്താണ് ധരിക്കരുത്. ഈ ശുശ്രൂഷ മുഴുവൻ സ്വർഗത്തിൻ്റെതാകയാൽ ആദ്യം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഒരു ഗാനത്തിന്റെ ഈരടിയിലൂടെ, ഒരു സ്തുതിപ്പിന്റെ സമയത്ത് നൽകുന്ന ചിന്തയിലൂടെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അടുത്തിരിക്കുന്ന വ്യക്തി കരങ്ങൾ കോർത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും, നിങ്ങളുടെ കുടുംബത്തെ രൂപാന്തരപ്പെടുത്തും. ഹല്ലേലൂയ. ആകയാൽ വിശ്വാസത്തോടെ ഒരു ശുശ്രൂഷയും പാഴായി പോകാതെ ഈ രാത്രി മുഴുവൻ ദൈവത്തോട് ചേർന്നിരുന്ന് ജീവിതത്തിൽ ഒരു മാറ്റത്തിനായി ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു വേള ലൗകികമായ ചിന്തയോടെ മാത്രമാകാം നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ,
സ്വർഗോന്മുഖരായി നമ്മളെ മാറ്റുവാൻ ദൈവത്തിനൊരു നിമിഷം മതി. നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ മനോഭാവങ്ങളെല്ലാം മാറ്റുവാൻ ദൈവവചനത്തിന്റെ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. ഈ ബോധ്യത്തോടെ നമുക്ക് ഈ ശുശ്രൂഷയിലായിരിക്കാം. കരമുയർത്തി ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ ഒരു അനുഗ്രഹം, ഈ ഒരു അഭിഷേകം, ഈ ഒരു മാറ്റത്തിന്റെ ശക്തി കർത്താവ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ ജീവിതങ്ങളുടെ മേലും പകരട്ടെ എന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ നന്മകളും ഈ രാത്രിയിൽ ആശംസിക്കുകയാണ്. ദൈവത്തിന് സ്തുതി. ഹല്ലേലൂയ. പറന്നിറങ്ങുക വേഗം, ശാന്തിദായകനെ അറിയുക എന്റെ ദാഹം. മണ്ണിലും വിണ്ണിലും നിറഞ്ഞിടുന്നൊരു സ്നേഹം, ആത്മാവിൽ അഭിഷേകം ചെയ്യണമെന്നും അഖിലേശ. അഭിഷേകം ചെയ്യണമെന്നും അഖിലേശ. ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. സീനായ് മലയിൽ മുൾച്ചെടി തന്നിൽ കത്തിയെറിഞ്ഞതുപോൽ ഞങ്ങൾക്കുള്ളിൽ തീയിടുവാനായി കൂടെ വസിച്ചിടണേ. സീനായ് മലയിൽ മുൾച്ചെടി തന്നിൽ കത്തിയെറിഞ്ഞതുപോൽ ഞങ്ങൾക്കുള്ളിൽ തീയിടുവാനായി കൂടെ വസിച്ചിടണേ. പാവനരൂപ നിൻ വരദാനം എന്നിൽ ചൊരിയണമേ. ആനന്ദത്തിൻ പറുദീസായുടെ വാതിൽ തുറക്കണമേ. ആദിയിലന്ന് ആഴത്തിനുമേൽ മിന്നി നിറഞ്ഞവനെ ഞങ്ങൾക്കെന്നും സ്നേഹം നുകരാൻ വന്നു വസിച്ചിടണേ. ആദിയിലന്ന് ആഴത്തിനുമേൽ മിന്നി നിറഞ്ഞവനെ ഞങ്ങൾക്കെന്നും സ്നേഹം നുകരാൻ വന്നു വസിച്ചിടണേ. കാരുണ്യത്തിൻ യോർദാനിൽ നീ എന്നെ ഇറക്കണമേ. സ്വർഗത്തിൽ നിന്നരൂപിയായി വന്നു പതിക്കണമേ. കാരുണ്യത്തിൻ യോർദാനിൽ നീ എന്നെ ഇറക്കണമേ. സ്വർഗത്തിൽ നിന്നരൂപിയായി വന്നു പതിക്കണമേ. ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ.
പറന്നിറങ്ങുക വേഗം ശാന്തിദായകനേ. അറിയുക എന്റെ ദാഹം പാവനരൂഹായേ, പറന്നിറങ്ങുക വേഗം ശാന്തിദായകനേ. അറിയുക എന്റെ ദാഹം. മണ്ണിലും വിണ്ണിലും നിറഞ്ഞിടുന്നൊരു സ്നേഹം ആത്മാവിൽ അഭിഷേകം ചെയ്യണമെന്നും അഖിലേശ. മണ്ണിലും വിണ്ണിലും നിറഞ്ഞിടുന്നൊരു സ്നേഹം ആത്മാവിൽ അഭിഷേകം ചെയ്യണമെന്നും അഖിലേശ. വെൺപ്രാവെന്നതുപോൽ വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. വെൺപ്രാവെന്നതുപോൽ വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. വെൺപ്രാവെന്നതുപോൽ വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. വെൺപ്രാവെന്നതുപോൽ വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. നല്ലവനല്ലോ ദൈവം നല്ലവനല്ലോ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. നല്ലവനല്ലോ ദൈവം നല്ലവനല്ലോ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. ശക്തനായവൻ സങ്കേതമായവൻ, ഘോരവൈരിൻ കയ്യിൽ നിന്നും വിടുവിച്ചവൻ. ശക്തനായവൻ സങ്കേതമായവൻ, ഘോരവൈരിൻ കയ്യിൽ നിന്നും വിടുവിച്ചവൻ. നല്ലവനല്ലോ ദൈവം നല്ലവനല്ലോ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. നല്ലവനല്ലോ ദൈവം നല്ലവനല്ലോ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. മരണം എന്നെ കീഴ്പ്പെടുത്തില്ല, എന്റെ ശരണമായവൻ കൂടെയുണ്ടല്ലോ. മരണം എന്നെ കീഴ്പ്പെടുത്തില്ല, എന്റെ ശരണമായവൻ കൂടെയുണ്ടല്ലോ. അവൻ കരുതിക്കൊള്ളും, അവൻ നടത്തിക്കൊള്ളും, അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത്. അവൻ കരുതിക്കൊള്ളും, അവൻ നടത്തിക്കൊള്ളും, അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത്. നല്ലവനല്ലോ ദൈവം നല്ലവനല്ലോ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. നല്ലവനല്ലോ